നടക്കുകയാണ്. മലപ്പുറം കരുവാരക്കുണ്ടിലെ 14-കാരിയുടെ കൊലപാതകം പ്രണയവുമായി ബന്ധപ്പെട്ട അസ്വാരസ്യത്തെ തുടർന്നെന്ന് പോലീസിന്റെ കണ്ടെത്തൽ. 16 വയസ്സുകാരൻ ഒറ്റയ്ക്കാണ് കൃത്യം നടത്തിയതെന്നും പെൺകുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നതായും പോലീസ് പറയുന്നു. മറ്റാർക്കും പങ്കുള്ളതായി അറിഞ്ഞിട്ടില്ലെന്നും SP R വിശ്വനാഥ് വ്യക്തമാക്കി. അന്വേഷണത്തിനകത്ത് നമുക്ക് മറ്റൊരാൾക്ക് പങ്കുള്ളതായിട്ട് അറിയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ വിശദമായിട്ടുള്ള അന്വേഷണം ഈ കുട്ടികളുടെ മൂവ്മെൻറ്റ് വിവിധ ബസ്സുകളിലെല്ലാം കയറിയിട്ടാണ് ഈ പറഞ്ഞ കരുവാരക്കുണ്ടിൽ നിന്ന് കണ്ടൂർ വരേക്ക് എത്തിയെന്നുള്ള പറയുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം CCTV വിഷ്വൽസ് അടക്കം ഇന്നിപ്പോൾ എൻ്റെ ടീം DSP പെരുന്തൽമണ്ണയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ടീമാണ് അന്വേഷിക്കുന്നത്, ഡാൻസ് ഓഫ് അംഗങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും രീതിയിലൊരു തേർഡ് പേഴ്സൺ ഇതിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വിശദമായിട്ട് തന്നെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഈ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ നിയമമായി പൊരുത്തപ്പെടാത്ത കുട്ടി അവൻ്റെ മൊബൈൽ ഫോൺ നമ്മൾ വിശദമായി പരിശോധിക്കുന്നുണ്ട്. CDR കളക്ട് ചെയ്ത് അത് പ്രകാരമുള്ള അന്വേഷണം ആ സമയത്ത് അവർ അവനെ വിളിച്ചിരുന്നതായിട്ടുള്ള ആളുകളെല്ലാം നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ മൊമെൻറ്റ് വരേക്കും നമുക്ക് മറ്റൊരു ഇൻ്റർവെൻഷൻ ഉള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല. മറ്റാരുടെയും ഇടപെടലുണ്ടോ എന്ന കാര്യത്തിൽ പോലീസിന് ഇതുവരെയും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അത്തരം തെളിവുകളില്ല എന്നതാണ് പോലീസിന്റെ വിശദീകരണം. എന്തായാലും പ്രതിയെ കോഴിക്കോട് വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. CV അനുമോദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനുമോദ്, കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവമാണിത്. രണ്ടും ജുവനൈൽ ആക്ടിൻ്റെ പരിധിയിൽപ്പെടുന്ന ഒരു പ്രതിയാണ് ഉണ്ടാവുകയും ചെയ്യുന്നത്. എന്താണ് ഇത് സംബന്ധിച്ച പോലീസിൻ്റെ വിശദീകരണം? എന്തായാലും ഇതിൽ മറ്റാരും ഉൾപ്പെട്ടിട്ടില്ല എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് കടന്നു കഴിഞ്ഞു. സജിത്ത്, നിലവിൽ പോലീസിന്റെ അന്വേഷണത്തിൽ ഈ കേസിൽ ഒരു പ്രതി മാത്രമാണ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ മറ്റാരും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഇതുവരേക്കും ആ ഒരു വിലയിരുത്തൽ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുള്ളത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത്, പോലീസിന്റെ വേർഷൻ ഇപ്രകാരമാണ്. മിനിഞ്ഞാന്ന് ആണ് ഈ കുട്ടിയെ കാണാതായത്. തുടർന്ന് വൈകുന്നേരമായിട്ടും സ്കൂൾ വിട്ട് വരാത്ത കുട്ടിയെ ആ സാഹചര്യത്തിൽ പോലീസിൽ വീട്ടുകാർ പരാതിപ്പെടുകയും പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ കുട്ടിയുമായി ബന്ധമുള്ള ഈ യുവാവിനെ ചോദ്യം ചെയ്യും. യുവാവെന്ന് പറയാനാവില്ല, 16-കാരനെ ചോദ്യം ചെയ്യുകയും അയാൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ മൃതദേഹം കണ്ടെത്തുകയാണ് ചെയ്തത്. ഈ കൃത്യം ചെയ്തത് താനാണെന്ന് പ്രതി സമ്മതിച്ചിട്ടുണ്ട്. ഈ ബലാത്സംഗത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു കൊടും ക്രൂരകൃത്യം നടന്നത് എന്നാണ് പോലീസ് പറയുന്നത്. ഈ യുവാവും അല്ലെങ്കിൽ ഈ 16-കാരനും ഈ പെൺകുട്ടിയും പ്രണയത്തിലായിരുന്നു. പ്രണയത്തിലെ അസ്വാരസ്യങ്ങളാണ് ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. മറ്റൊരാളുമായി പെൺകുട്ടിക്ക് സൗഹൃദമുണ്ട്, ബന്ധമുണ്ട് എന്ന സംശയമാണ് ഈ ഒരു കൃത്യത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ പ്രാഥമികമായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ പെൺകുട്ടിയും ഈ 16-കാരനുമായിട്ടുള്ള ബന്ധം വീട്ടുകാർ അറിഞ്ഞിരുന്നു. അവരെ ഇതുമായി ബന്ധപ്പെട്ട പരാതി കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷൻ നൽകിയിരുന്നു എന്നാണ് സൂചന. അത് സ്ഥിരീകരിച്ചിട്ടില്ല, അങ്ങനെ ഒരു സൂചനയും പോലീസ് നൽകുന്നുണ്ട്. അപ്പോൾ കുട്ടിയെ കാണാതായപ്പോൾ തന്നെ ഈ 16-കാരനെ തന്നെയാണ് വീട്ടുകാരും ഒക്കെ ആദ്യം തന്നെ സംശയിച്ചത്. തുടർന്ന് പോലീസിനോട് ഇക്കാര്യം പറയുകയും പോലീസ് അയാളെ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാവുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്ഥിരീകരണമായി ലഭിച്ചിരിക്കുന്നത്. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴുത്ത് ഞെരിച്ചാണ് കൊന്നത് എന്നാണ് പ്രാഥമികമായിട്ടുള്ള ഇൻക്വസ്റ്റിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ കേസിൽ മറ്റാരും ഉൾപ്പെട്ടതായി ഇതുവരെയും തെളിവുകൾ ലഭിച്ചിട്ടില്ല. കുട്ടി സ്കൂളിലേക്ക് അന്ന ദിവസം എത്തിയിട്ടില്ല. പകൽ മുഴുവൻ ഈ 16-കാരൻ്റെ കൂടെ തന്നെ ആയിരുന്നു എന്നാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവരെവിടെയെല്ലാം പോയി എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ കുറെ കൂടി വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും SP വ്യക്തമാക്കിയിരിക്കുന്നു. എന്നാണെങ്കിലും അതിക്രൂരമായ ഒരു കൊലപാതകമാണ് നടന്നത്. ബലാത്സംഗത്തിന് ശേഷം കുട്ടിയുടെ കഴുത്ത് ഞെരിച്ച് കൊന്ന് കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു പ്രതി എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരുന്നത്. ഈ പ്രതിക്ക് 16 വയസ്സ് മാത്രമാണ് പ്രായം എന്നതുകൊണ്ട് തന്നെ ഇയാൾക്ക് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ പരിധിയിൽപ്പെട്ട ശിക്ഷാ നടപടികളായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ ഭാഗമായിട്ട് ഇയാളെ വെള്ളിമാടുകുന്നുള്ള ജുവനൈൽ ജസ്റ്റിസ് ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൊലക്കുറ്റമടക്കമുള്ള കാര്യങ്ങൾ, കൊലക്കുറ്റവും ബലാത്സംഗവും പോക്സോയിൽപ്പെടുന്ന ബലാത്സംഗത്തിൻ്റെ വകുപ്പുകളും ഇയാൾക്കെതിരെ ചുമത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ പെരിന്തൽമണ്ണ DSPയുടെ നേതൃത്വത്തിലാണ് പുരോഗമിക്കുന്നത്. സജിത്ത്. അനുമോദ്, ഈ കുട്ടിക്ക് ചില ലഹരി ഇടപാടുകൾ ഉണ്ടായിരുന്നു, ലഹരി ഉപയോഗിച്ചിരുന്നു, ഇങ്ങനെ ചില സൂചനകളുണ്ടായിരുന്നു. ഇതിൽ എന്തെങ്കിലും സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ? കാരണം 16 വയസ്സുള്ള കുട്ടി ഈ കൊല എന്തിനു നടത്തി എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തി പോകുമ്പോൾ ഇത്തരം ചില സംശയങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകുമല്ലോ.
ഇക്കാര്യത്തെക്കുറിച്ചും പോലീസിനോട് അന്വേഷിച്ചിരുന്നു. പക്ഷേ ഈ കുട്ടി ഏതെങ്കിലും അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടതായുള്ള തെളിവില്ല. ഇയാൾ ഉപയോഗിച്ചിരുന്നോ എന്നതിനെക്കുറിച്ച് പോലീസും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ സ്ഥിരീകരിക്കത്തക്ക രീതിയിലുള്ള തെളിവുകളോ അല്ലെങ്കിൽ പരാതിയോ കേസോ ഒന്നും ഇയാളുടെ പേരിൽ ഇത്തരത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. നേരത്തെ പക്ഷേ ഇയാളും ഈ പെൺകുട്ടിയുമായിട്ടുള്ള അടുപ്പത്തെക്കുറിച്ച് വീട്ടുകാർക്ക് പരാതി ഉണ്ടായിരുന്നു. ആ വീട്ടുകാരിൽ ഇയാൾക്ക് ഈ 16-കാരൻ്റെ സ്വഭാവത്തിൽ അത്ര വ്യക്തമല്ലാത്ത ചില പ്രശ്നങ്ങളുണ്ട്. ഈ ലഹരിയൊക്കെ സ്വാധീനമുണ്ട് എന്നൊക്കെ തരത്തിലൊക്കെയാണ് വീട്ടുകാരുടെയൊക്കെ ആദ്യത്തെ ഒരു പരാതി ഉണ്ടെന്ന്. മാത്രമല്ല 14 വയസ്സ് മാത്രമാണ് ഈ പെൺകുട്ടിക്ക് പ്രായമുള്ളത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്രശ്നം അവിടെ നിലനിന്നിരുന്നു. അപ്പോൾ ഈ വീട്ടുകാർ ഇവരുടെ ബന്ധത്തെ എതിർക്കുന്നതും ഇയാൾ ഉപദ്രവിച്ചത് ഈ പെൺകുട്ടി വീട്ടിൽ പറയും എന്ന തരത്തിലുള്ള ഒരു ഭീഷണിയുമൊക്കെ ഈ ഒരു കൃത്യത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വളരെ ആസൂത്രിതമായിട്ട് കുട്ടിയുടെ 2 കൈ കെട്ടിയിട്ടാണ് കൊലപാതകം നടത്തിയിട്ടുള്ളത്. അതായത് ഒരു തരത്തിലും രക്ഷപ്പെടാൻ സമ്മതിക്കാത്ത രീതിയിൽ കൈ കെട്ടി കുട്ടിയുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണ് ചെയ്തത്. ആ ഒരു ഘട്ടത്തിൽ ഇനി ഇയാൾ ലഹരി എന്തെങ്കിലും ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളും രാസപരിശോധനാ ഫലങ്ങളൊക്കെ വന്നതിന് ശേഷമേ പറയാൻ കഴിയുകയുള്ളൂ. നിലവിൽ ഇയാൾക്കെതിരെ ലഹരി ഉപയോഗിച്ചതിനോ അതുമായി ബന്ധപ്പെട്ട കേസുകളൊന്നും തന്നെ ഇല്ല എന്ന് പറയുമ്പോഴും ഈ ഒരു സമയത്ത് അയാൾ മറ്റെന്തെങ്കിലും ലഹരിക്ക് അടിമയായിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട്. സജിത്ത്, അനുമത് ഈ ലഹരിയുടെ സ്വാധീനമുണ്ടായില്ലെങ്കിൽ പിന്നെ പ്രണയപ്പക എന്ന മറ്റൊരു കാരണം ഒരുപക്ഷെ പോലീസിൻ്റെ അന്വേഷണത്തിൽ സ്ഥിരീകരിക്കേണ്ടതാണ്. നമുക്കിത് ചർച്ച ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ കേരളം ഗൗരവത്തോടെ ഈ വാർത്തയെ കാണേണ്ടി വരുന്നത് ഒരു 16 വയസ്സുകാരനാണ് ഒരു 9-ാം വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത് എന്നതാണ്. എന്തിനാണ് ഇത്ര വലിയ ഒരു കുറ്റകൃത്യം നടത്താൻ ഈ കുട്ടിയെ പ്രേരിപ്പിച്ച ഘടകം? സ്വാഭാവികമാണ്, ഒരു കൊച്ചുകുട്ടിക്ക് 16 വയസ്സുകാരൻ കുട്ടിക്ക് എങ്ങനെ ഇതിന് തോന്നുമെന്നതാണ്. ലഹരി എന്ന ഒരു സാധ്യത അല്ലെങ്കിൽ പ്രണയപ്പക എന്ന മറ്റൊരു സാധ്യതയിലേക്ക് വരാം. കാരണം ഇവർ രണ്ടുപേരും സുഹൃത്തുക്കളായിരുന്നു. അത്തരം ചില കാര്യങ്ങളൊക്കെ മൊഴികളിലായിട്ടൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ പ്രണയപ്പകയുടെ സാധ്യത പോലീസ് തള്ളിക്കളയുന്നുണ്ടോ? അത്തരമൊരു സാധ്യതയിലേക്ക് പോലീസും എത്തിയിട്ടുണ്ടോ? തീർച്ചയായും സജിത്ത് പറഞ്ഞതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിലൊരു പ്രണയത്തിലെ അസ്വാരസ്യങ്ങൾ എന്നാണ് SP-യുടെ വാർത്താ സമ്മേളനം അദ്ദേഹം തന്നെ എടുത്തു പറഞ്ഞ ഒരു കാര്യം. നമുക്കിത് സംബന്ധിച്ച് പോലീസിൽ നിന്ന് 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന് പരിധിയിലാണ് ഈ കുറ്റകൃത്യം വന്നിട്ടുള്ളത്. കൊല്ലപ്പെട്ടതും അതേപോലെ കൊലയാളിയും 2 പേരും പ്രായപൂർത്തിയാവാത്തവരാണ്. അതുകൊണ്ട് തന്നെ പല വിവരങ്ങളും നമുക്ക് പങ്കുവയ്ക്കുന്ന നിയമപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ട്. പക്ഷേ പരിമിതമായിട്ടുള്ള ആ സ്വാതന്ത്ര്യത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രണയത്തിൽ ഉള്ള അസ്വാരസ്യമാണ് ഇതിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. ഇവർ ഒരേ സ്കൂളിൽ പഠിക്കുന്നവരാണ്. അപ്പോൾ ആ തരത്തിൽ ഇവർ തമ്മിലുള്ള സൗഹൃദമുണ്ടായിരുന്നു, ബന്ധമുണ്ടായിരുന്നു. ഈ 16-കാരനെ പല ഇടങ്ങളിൽ നിന്നും ഈ കുട്ടിക്കൊപ്പം കണ്ടത് വീട്ടുകാർ പ്രശ്നമുണ്ടാക്കുകയും ഈ കുട്ടിയെ തേടി ഈ 16-കാരൻ വീട്ടിലേക്ക് വരികയും തുടർന്ന് വീട്ടുകാർ ആ വിഷയത്തിൽ ഈ 16-കാരനോട് ദേഷ്യപ്പെടുകയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം അത്തരത്തിലുണ്ടായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. തുടർന്ന് ഈ പെൺകുട്ടിയിൽ ഇയാൾക്ക് സംശയമുണ്ടാവുകയും മറ്റൊരാളുമായിട്ട് ഈ പെൺകുട്ടിക്ക് സൗഹൃദമോ ബന്ധമോ ഉണ്ടോ എന്ന് സംശയിക്കുകയും അതേ തുടർന്നുണ്ടായ ചില പ്രശ്നങ്ങളും ഇതിലേക്ക് നയിച്ചു എന്നാണ് പ്രാഥമികമായിട്ട് പോലീസിൻ്റെ ഭാഗത്തുള്ള ഒരു വിലയിരുത്തൽ. അതാണ് പ്രണയത്തിലെ അസ്വാരസ്യങ്ങൾ, അതായത് സംശയം എന്ന തരത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. പക്ഷെ ഒരു 16-കാരൻ 14-കാരിയെ മറ്റൊരു ബന്ധത്തിൻ്റെ പേരിൽ സംശയിച്ച് ആ കുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൈ കൂട്ടിക്കെട്ടി കഴുത്ത് ഞെരിച്ച് കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ ഒരിക്കലും നമുക്ക് ഇന്നത്തെ അവസ്ഥയിൽ ചിന്തിക്കുമ്പോൾ പോലും ഞെട്ടലുണ്ടാക്കുന്ന ഒരു വലിയ കൊടും ക്രൂരകൃത്യമായിട്ട് തന്നെ വേണം കാണുവാൻ. ഒരു തരത്തിലും കുറ്റബോധമോ മറ്റ് അത്തരത്തിലുള്ള ആശങ്കയോ ഇല്ലാതെ ഈ കൃത്യം ചെയ്ത് ഈ പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നുള്ളതും, അതായത് ആ സ്ഥലത്ത് രക്ഷപ്പെടുകയും എന്നാൽ തന്നിലേക്ക് അന്വേഷണം എത്തുന്നത് അത് പേടിക്കാതെ അവിടെ തന്നെ നിന്നു എന്നുള്ളതൊക്കെ വലിയ തോതിൽ തന്നെ ആശങ്കയുണ്ടാക്കുന്നൊരു കാര്യമാണ്. മാറുന്ന ഇത്തരത്തിലുള്ള ഈ കുട്ടികളുടെ കുറ്റകൃത്യങ്ങളുള്ള സമീപനം തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലും വലിയ ചർച്ചകളിലേക്കും മറ്റുമൊക്കെ വഴിവെക്കുന്ന കാര്യത്തിൽ സംശയമില്ല. എന്താണെങ്കിലും പോലീസിൻ്റെ ഇതുവരെയുള്ള അന്വേഷണവും ഈ നേരത്തെ നമ്മൾ പങ്കുവെച്ച വിവരങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ മൂന്നാമതൊരാളുടെ സാന്നിധ്യം ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള നിർണായക കാര്യം കൂടി പോലീസ് അന്വേഷിക്കുന്നുമുണ്ട്. അനുമത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഒരാളുടെ പങ്കാളിത്തം ഇതിന് ഉണ്ടായില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സഹായം കിട്ടിയിരുന്നില്ലെങ്കിൽ ഇത് കൂടുതൽ ഗൗരവത്തോടെ നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം കൂടി തന്നെയാണ്. ഒരു പക്ഷേ ഈ ടോക്സിക് പ്രണയം എന്ന പുതിയ കാലത്തിൻ്റെ ചില വാക്കുകളുമായൊക്കെ കൂട്ടി വായിക്കേണ്ടി വരുന്ന സംഭവങ്ങളാണോ ഇതിന് പിന്നിൽ എന്ന പോലും സംശയം ഉണ്ടാവുന്നുണ്ട്. കാരണം
കാമുകിയായിരുന്നു. കാമുകിക്ക് മറ്റൊരു ബന്ധമുണ്ട് എന്ന സംശയത്തിൽ അതൊരു തർക്കമാവുകയും ബലപ്രയോഗമുണ്ടാവുകയും കൈകൾ വലിച്ചു കെട്ടുകയും ഒടുവിൽ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നു. ഇതാണ് പുറത്തിൽ പോലീസിനോട് കുറ്റസമ്മതം നടത്തിയത്. അനുമോദ്, ഈ IG അടക്കം സ്ഥലത്ത് വന്നാണ് ഈ കുട്ടിയുടെ മിസ്സിംഗ് കേസ് അന്വേഷിച്ചു തുടങ്ങിയത്. അതായത് പോലീസ് തുടക്കത്തിൽ തന്നെ അതിൻ്റെ ഒരു ഗൗരവത്തിൽ തന്നെയാണ് വിഷയത്തെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയതെന്ന് മനസ്സിലാക്കാമല്ലേ? അപ്പോൾ ഈ തരത്തിൽ അതിൻ്റെ ഒരു ഗൗരവം പോലീസിൻ്റെ തുടരന്വേഷണത്തിലും കടന്നു വരുന്നുണ്ടോ? തീർച്ചയായും പോലീസ് വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഈ വിഷയം എടുത്തിട്ടുള്ളത്. കാരണം 14 വയസ്സുള്ള കുട്ടിയാണ് കാണാതായതായിട്ടുള്ള വിവരം പോലീസുകാർ ആദ്യം പറഞ്ഞിരുന്നത്. സ്വാഭാവികമായിട്ടും ഈ കുട്ടിയുടെ ഹിസ്റ്ററി, ഇതുമായി ബന്ധപ്പെട്ട മുൻപത്തെ പരാതി, ഇതെല്ലാം തന്നെ ചേർത്ത് പോലീസ് അന്വേഷണം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ ഒരു 16-കാരൻ്റെ ദിശയിലേക്ക് അന്വേഷണം നടന്നു. അത് കൃത്യമായിട്ട് മണിക്കൂറുകൾക്കകം ആ ഒരു കുട്ടിയുടെ അന്വേഷണത്തിൽ, അതായത് കുട്ടിയെ കണ്ടെത്തുന്നതിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരാളെയും ആദ്യഘട്ടത്തിൽ സംശയിച്ചിട്ടില്ല. ഈ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ, ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് സജിത്ത്. ഈ കുട്ടി വൈകുന്നേരം വീട്ടിലെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ ആശങ്കയിലായപ്പോൾ ഈ യുവാവിൻ്റെ കയ്യിലുള്ള ഫോണിൽ നിന്നും ഈ പെൺകുട്ടി വീട്ടിലേക്ക് വിളിച്ച് ഞാൻ എത്തുമെന്ന് വിളിച്ചു പറഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഒരു തരത്തിലും മറ്റൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് ആ കുട്ടി പോലും പ്രതീക്ഷിക്കുന്നില്ല എന്ന് വേണം ആ ഒരു കൃത്യത്തെ കാണുവാൻ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റാരുടെയെങ്കിലും ഒരു പങ്ക് ഇതിനുണ്ടായിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കും. പക്ഷേ ആദ്യഘട്ടത്തിലുള്ള അന്വേഷണത്തിലൊന്നും അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായതായിട്ട് ഈ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലും CCTV-കൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലും അങ്ങനെയൊന്നും കണ്ടെത്തിയിട്ടില്ല. ഇവർ ആ പകൽ മുഴുവൻ ഒരുമിച്ച് പലയിടങ്ങളിലായിട്ടുണ്ടായിട്ടുണ്ട്. ഏറ്റവും അവസാനം വൈകുന്നേരം ഈ പറയുന്ന കൃത്യം നടന്നിടത്തേക്ക് എത്തി എന്ന തരത്തിലേക്ക് തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണം ഇതുവരേക്ക് എത്തിയിട്ടുള്ളത്. എന്നാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം അത് തീർച്ചയായിട്ടും കുറേ കൂടി ഗൗരവത്തിൽ കാണേണ്ട ഒന്നാണ്. ഈ ഒരു കുറ്റകൃത്യം എന്ന പേരിലല്ല, ഇത്രയും ഈ ഒരു പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് ഈ ഒരു ബലാത്സംഗം പോലെ അതിക്രൂരമായ ഒരു കാര്യം ചെയ്ത് ആ കഴുത്ത് ഞെരിച്ച് ഒരു പെൺകുട്ടിയെ കൊല്ലാനുള്ള ഒരു ചങ്കുറപ്പും അതിനുള്ളൊരു കുറ്റവാസനയും എവിടുന്ന് വന്നു, ചിന്ത എവിടുന്ന് വന്നു എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ്. അത് ഏതൊരു രക്ഷിതാവിനെ സംബന്ധിച്ചും ഈ സംഭവം അല്പം പേടിയോടെ തന്നെ കേൾക്കേണ്ട ഒരു സാഹചര്യവുമാണുള്ളത്. അതാണ് സാഹചര്യം. എന്തായാലും ടോക്സിക് പ്രണയമാണ് ഇത്തരമൊരു കൊലപാതകത്തിന് വഴിവെച്ചതെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക് എങ്ങോട്ടേക്ക് എന്ന കാര്യത്തിൽ ഗൗരവമായ ചർച്ചകൾ കൂടി തുടക്കമിടുന്ന സംഭവം കൂടിയായി ഇത് മാറുകയാണ്. കാരണം ഈ വ്യക്തി, ഈ പ്രതി പലപ്പോഴും പെൺകുട്ടിയുടെ വീട്ടിലെത്തി ആ കുട്ടിയെ പലപ്പോഴും ഫോണിൽ കിട്ടാതെ വരുമ്പോഴോ അതല്ലെങ്കിൽ വീട്ടിലെത്താതെ വരുമ്പോഴോ വളരെ കോപത്തോടെ വീട്ടിലെത്തി വീട്ടുകാരുമായി തർക്കിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പ്രണയപ്പകയോ ആകാം ഒരു പക്ഷേ ഈ കൊലപാതകത്തിലേക്ക് എത്തിയത്. ബോധപൂർവമായി നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച് നടത്തിയ കൊലയാണോ അതല്ലെങ്കിൽ വാക്കുതർക്കത്തിനിടയിൽ സംഭവിച്ചതാണോ? എന്തായാലും ഈ കാര്യത്തിലൊക്കെ അന്വേഷണത്തിൽ തെളിയേണ്ടതുണ്ട്. അതിനുമപ്പുറം മൂന്നാമതൊരാൾ കൂടി ഇതിൽ ഉൾപ്പെട്ടിരുന്നു എന്ന കാര്യം കൂടി തെളിയിക്കുന്നു. എന്തായാലും ഞെട്ടിക്കുന്ന കാര്യമാണ്. കേരള സമൂഹം ഏറെ കരുതലോടെ കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയം കൂടി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.